തിരികെ എത്താം ഡോക്ടർ പി ജെ വിൻസെന്റ്. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ രാഹുൽ ഈശ്വരൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഒരുപക്ഷെ രാഹുൽ ഗൾഫ് രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രവാസി ജനങ്ങൾ പോലും ഇതൊരു യുദ്ധ സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും. ഒരു പ്രത്യേക ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ചില നാടകങ്ങൾ നടത്തുന്നു. വാഗ അതിർത്തി അടയ്ക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയക്കുന്ന പൗരന്മാർക്ക് അങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് ഉത്തരവാദി ഇന്ത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇന്ത്യ യുദ്ധമുണ്ടാക്കാൻ നോക്കുകയാണ്, ആശങ്കപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. ലോക രാഷ്ട്രങ്ങളൊക്കെ ഏത് തരത്തിലാണ് കാണുന്നത് എന്ന് ഒരുപക്ഷെ ആ ഒരു തലത്തിൽ കൂടി രാഹുൽ ഈ നിമിഷത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടോ, അത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ദുബായിലാണ്. ഇവിടെ തന്നെ ഞങ്ങൾ കുറച്ച് ഗവൺമെന്റിന്റെ പ്രോജക്ട്സ് അടക്കം ഇവിടുത്തെ ഗവൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ട്. അവരടക്കം ഇന്ത്യ പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ ഉദ്വേഗത്തോടു കൂടിയാണ് കാണുന്നത്. കാര്യം ഇന്ത്യയും പാകിസ്ഥാനും രണ്ടും ന്യൂക്ലിയർ പവേഴ്സാണ്. രണ്ട് രാജ്യങ്ങളോടും നല്ല ബന്ധമാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക്. ഇറാനൊക്കെ ഒരു മീഡിയേഷൻ എഫേർട്ട് പോലും മുമ്പോട്ട് വെക്കുകയുണ്ടായി. എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ സാധാരണ പാകിസ്ഥാനികളോടും സംസാരിക്കുമ്പോൾ ഈ തീവ്രവാദത്തിന്റെ പ്രശ്നം അവർ പോലും അക്നോളജ് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി ISIO പാകിസ്ഥാനിലെ ആർമിയോ മിലിറ്റന്റ് മൂവ്മെന്റ്സോ അക്നോളജ് ചെയ്തില്ലെങ്കിലും ലോകം മുഴുവൻ പാകിസ്ഥാൻ തീവ്രവാദം അല്ലെങ്കിൽ ടെററിസം ഇസ് എ മാറ്റർ ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. അത് സ്റ്റേറ്റ് പോളിസി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ട്. ഇന്ത്യക്ക് തന്നെയാണ് ആഗോളതലത്തിൽ മേൽക്കൈയുള്ളത്. ഞാൻ 1-2 ദേശീയ മാധ്യമങ്ങളിലും ഒരു അന്തർദേശീയ മാധ്യമത്തിലും ഒക്കെ ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അവരെല്ലാം ഇന്ത്യ അനുകൂല നിലപാടാണ് എടുക്കുന്നത്. നേരത്തെ വിൻസെന്റ് സാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ചൈന മാത്രമായിരിക്കും ദി ഓൾ വെദർ ഫ്രണ്ട് ഓഫ് പാകിസ്ഥാൻ. എങ്ങനെയാണ് അവർ തന്നെ ആ ടെർമിനോളജിയെ പ്രയോഗിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് US-ന്റെ അടക്കം പാശ്ചാത്യ രാജ്യങ്ങളുടെ അടക്കം റഷ്യയുടെ നിലപാട് ക്രൂഷ്യലാണ്. ഇസ്രായേൽ അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളുടെ പിന്തുണ നമുക്കുണ്ട്. പക്ഷേ നമുക്കൊരു അഡ്വഞ്ചറസിന്റെ പാതയിൽ പോകാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ ഒരു മിലിറ്ററി അഡ്വഞ്ചറസിന്റെ പാതയിൽ നമുക്ക് പോകാൻ കഴിയുമോ, അത് വിജയമാകാൻ കഴിയുമോ? നമുക്കിപ്പം ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് നമ്മൾ കാര്യമായിട്ട് വിജയിക്കുന്നുണ്ട്. പക്ഷേ ഒരു മിലിറ്ററി ഒഫൻസീവിലേക്ക് പോയി വിജയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വേറൊന്നും കൊണ്ടല്ല, പാകിസ്ഥാനിൽ ഒരുപാട് റോഗ് എലിമെന്റ്സ് ഉണ്ട്. ആ റോഗ് എലിമെന്റ്സ് ആണ് പ്രധാനമായിട്ട് ISIയും അവിടുത്തെ ആർമിയും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ പാകിസ്ഥാൻ തന്നെ ഒരു ഇന്ത്യ ശത്രുത, ഇന്ത്യ വിരുദ്ധതയിൽ നിൽക്കുന്ന പല സ്ഥലങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഒരു ത്രഷോൾഡിന് താഴെ നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധത ഉൽപ്പാദിപ്പിച്ച് അവിടുത്തെ ISIക്കും ആർമിക്കും ഒരു അപ്പർ ഹാൻഡ് കിട്ടുക. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് വർഷങ്ങളോളം, ഇന്നും ഇന്നലെയല്ല വർഷങ്ങളോളം ചെയ്തത്. അപ്പൊ 27 പേരോളം മരിച്ച നമ്മുടെ ഭാഗത്തുനിന്ന് മരിച്ചതിന് നമുക്ക് തിരിച്ചടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷെ അത് സർജിക്കൽ പ്രിസിഷനോട് കൂടിയുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കേരളത്തിൽ ഏറ്റവും നന്നായി നിലപാട് ഉയർത്തിയത് ശ്രീ മേജർ രവിയാണ്. ഒരു പട്ടാളക്കാരന്റെ ബുദ്ധിയോടെ, എന്നാൽ ഒരു ഇന്ത്യക്കാരന്റെ നൈർമല്യത്തോടെ സാധാരണ കാശ്മീരിക്ക് വേദനിക്കരുത്, വിഷമം ഉണ്ടാകരുത്, അവന്റെ പ്രോപ്പർട്ടിയും ജീവിതവും നശിക്കരുത്. എന്നാൽ അതോടൊപ്പം കാശ്മീരിൽ ശക്തമായി പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒക്കെറ്റ് കാശ്മീരിൽ അടക്കം തിരിച്ചടി കൊടുക്കാൻ കഴിയണം. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലേക്ക് ഇത് പോകരുത്. കാര്യം ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോയാൽ നമ്മുടെ ഇന്ത്യൻ ബോർഡേഴ്സിന് മുഴുവൻ അത് പ്രശ്നമുണ്ടാകും, വലിയ ഇക്കണോമിക് ഫോളോ ഔട്ട് ഉണ്ടാകും. അതുകൊണ്ട് വളരെ ആലോചിച്ച് ഇപ്പൊ ആർമിക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു എന്നാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ വില്ലിനപ്പുറം ആർമി മെഷേർഡ് ആയിട്ട് പാകിസ്ഥാൻ ഒരു തിരിച്ചടി കൊടുക്കുകയും മാതൃകാപരമായി കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഒരു വാർ മോങ്കറിങ് ചില ആൾക്കാർ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ചാനൽസ് ചെയ്യുന്നുണ്ട്. ആ വാർ മോങ്കറിങ് അല്ല, നമുക്കൊരു തിരിച്ചടി തീർച്ചയായും കൊടുക്കണം. കാരണം ഇത്രയും പേര് മരിച്ചതാണ്. അപ്പൊ അതിന് ആ വേദന നമുക്കുണ്ട്. ഒരു ജസ്റ്റിസ് വേണം. റെട്രിബ്യൂഷൻ ജസ്റ്റിസ് ആണ്, ആ റിറ്റാലിയേഷൻ ജസ്റ്റിസ് ആണ്. അത് മെഷേർഡായി കൊടുക്കണം. പിന്നെ ഒറ്റ കാര്യം കൂടെ, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഇസ്രായേലിന്റെ ഉദാഹരണമൊക്കെ എടുക്കാറുണ്ട്. അതൊക്കെ അപ്രായോഗികമാണ്. ഇന്ത്യയും ഇസ്രായേലും അജഗജാന്തരമാണ്, വ്യത്യസ്ത ടെറൈനാണ്, വ്യത്യസ്ത ഭൂമികയാണ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇസ്രായേൽ ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്ത് ഇസ്രായേലിലെ അവിടുത്തെ ഒരു പീസ് മിഷന്റെ ഭാഗമായി പോയ വ്യക്തിയാണ്. അവിടുത്തെ സാഹചര്യം വേറെയാണ്. അപ്പൊ നമ്മൾ ഈ തെറ്റായ മാതൃകകൾ എടുത്ത് വാർ ഹംഗ്രി ആയി, വാർ മോങ്കറിംഗ് ആയി, ട്രിഗർ ഹാപ്പി ആയിട്ടൊരു നിലപാട് നോക്കിയിട്ട് കാര്യമില്ല. എന്നാൽ നേരെ തിരിച്ച് പീസ്നിക്കായി നമുക്കിതെല്ലാം സഹിക്കാന്ന് പറയുകയും വേണ്ട. വളരെ മെഷേർഡായി ആലോചിച്ച റെസ്പോൺസ്, അത് പാകിസ്ഥാൻ അതിൽ നിന്ന് പാഠം പഠിക്കണം. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അതിൽ നിന്നൊരു ഡാമേജ് ഉണ്ടാകണം. ഇന്ത്യക്ക് പ്രപ്പോർഷണാലിറ്റി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രപ്പോർഷണൽ ആയിട്ടൊരു റെസ്പോൺസ് കൊടുക്കാൻ കഴിയണം. പക്ഷേ രാഹുൽ, ഞാൻ ചോദിക്കുന്നത്, രാഹുൽ, ഇതിനകത്തൊരു കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്, പാകിസ്ഥാൻ ഭീകരരെ ഇപ്പോൾ ഹാഫിസ് സയ്യിദിനെ അടക്കം സ്ഥലം മാറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നു. ഒരു വശത്ത് അത് നടക്കുന്നു, ഒരു വശത്ത് വാഗ അതിർത്തി അടച്ചുകൊണ്ട് കണ്ടില്ലേ പാക് സിവിലിയൻസ് കഷ്ടപ്പെടുകയാണെന്ന് പറയുന്നു. ഇൻഡസ് ട്രീറ്റി റദ്ദാക്കിയപ്പോൾ അതിൽ പാക് ജനങ്ങളെ സമരത്തിലേക്ക് തള്ളിവിടുന്നു. ഒരു ഭാഗത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇതാണ് പിക്ചർ എന്ന് പറയുകയും, മറുവശത്ത് പ്രധാനപ്പെട്ട ഭീകരരെ മാറ്റി അല്ലെങ്കിൽ സുരക്ഷിതമായി നിർത്താനും ശ്രമിക്കുന്നു. ഒരല്പം ദയവ് കാണിക്കാം എന്ന് കരുതിയാൽ പോലും പാകിസ്ഥാൻ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ?
അതെ, എന്നും ഉണ്ട്. കാര്യം പാകിസ്ഥാനിൽ ഇന്ത്യ പോലൊരു സെൻട്രൽ കമാൻഡും കാര്യങ്ങളുമല്ല, പല ശാക്തിക ചേരികളുണ്ട്. ഇപ്പൊ ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനുള്ളിലായിരുന്നല്ലോ. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ സർവൈവ് ചെയ്യുന്നത് US അടക്കം സിവിലിയൻ ഫണ്ട് കൊണ്ടായിരുന്നു നേരത്തെ സർവൈവ് ചെയ്തിരുന്നത്. ആ അവസരത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഒസാമ ബിൻ ലാദനെ അടക്കം അവിടെ ഒളിപ്പിക്കാൻ യാതൊരു മടിയും കാണിക്കാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് പാകിസ്ഥാനിൽ ഒരുപാട് ശാക്തിക ചേരികളുണ്ട്. അവിടുത്തെ മിലിറ്ററി ഉണ്ട്, അവിടുത്തെ സിവിലിയൻ ഭരണകൂടമുണ്ട്, ISI അടക്കമുള്ള വിഭാഗമുണ്ട്. അതിന് വ്യത്യസ്ത രാജ്യങ്ങളോടുള്ള ഒരു ഓറിയന്റേഷനും അലൈൻമെന്റും ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്ര സമൂഹമല്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യവും പാകിസ്ഥാനും നോക്കിയാൽ മതി, പകുതിയിലധികം സമയം പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലാണ് പോയത്. പാകിസ്ഥാന്റെ എത്രയോ ഇരട്ടിയുണ്ട് ഇന്ത്യ. നമ്മൾ ഒരിക്കൽ പോലും പട്ടാള ഭരണത്തിലേക്ക് പോയിട്ടില്ല. നമ്മുടെ ഏതെങ്കിലും പ്രസിഡന്റിനെയോ പ്രൈം മിനിസ്റ്ററെയോ അടുത്ത് വരുന്ന പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും കൊല്ലുന്നില്ല. എനിക്ക് തോന്നുന്നു ഒവൈസി നല്ലൊരു മറുപടിയാണ് ബിലാവൽ ഭൂട്ടോയ്ക്ക് കൊടുത്തത്. അദ്ദേഹത്തിന്റെ അമ്മ ബേനസീർ ഭൂട്ടോയെ വരെ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്ന ഒരു ചരിത്രം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം തീവ്രവാദം എന്ന ഇഷ്യൂവിന് പ്രിസൈസ് ആയ ഒരു അടി പാകിസ്ഥാന് കൊടുക്കണം. അടി കൊടുത്തില്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു ഓവർ സോഫ്റ്റ് ആണെന്ന് വിചാരിക്കും. നമുക്കതും പറ്റില്ല. നമുക്ക് ഈ അമിത സോഫ്റ്റ് ആവാനും പറ്റില്ല. നേരെ മറിച്ച് 1000 പേരെ കൊന്നുകൊണ്ട് തിരിച്ച് 60,000 പേരെ കൊല്ലാം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ സമീപനവും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഇന്ത്യക്ക് കുറെ നന്മകളുണ്ട്. ഇന്ത്യ എടുക്കുന്ന മധ്യവർത്തി നയങ്ങളുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കണം. പക്ഷെ ആ ഒരടിക്ക് പകരം 20 അടി കൊടുത്തിട്ട് വീണ്ടും ആ യുദ്ധത്തിനെ ഒരു സൈക്കിളായി കൊണ്ടുപോകുന്ന രീതി നമുക്ക് എന്തായാലും ചേരില്ല. അപ്പം ഇന്ത്യ എടുക്കേണ്ട വളരെ ആലോചിച്ചുള്ള ഒരു നിലപാടാണ്. ആ ബാലൻസ് ആയിരിക്കും ലോകം കാത്തു നിൽക്കുന്നത്. നരേന്ദ്രമോദി അടക്കമുള്ള ഒരു ഇന്റർനാഷണൽ, അതായത് രാഹുൽ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ശക്തമായിട്ടുള്ള ചില റോ എലിമെന്റ്സ് ഒക്കെ പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. അത് ഈ അന്താരാഷ്ട്ര ഭീകരവാദി സംഘടനകളുമായിട്ടുള്ള ബന്ധം കൊണ്ട് അങ്ങനെയുള്ള ഒരു മെൻഷനും കൂടെ ആണോ രാഹുൽ നടത്തിയത്? അല്ല, അതുകൊണ്ട് അത് ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്ട് ആണ് പറയുന്നത്. ഏറ്റവും അടുത്ത മുസ്ലിം സമൂഹത്തോട് ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇസ്ലാമികം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ്. എന്നാൽ ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം വിങ് ഉണ്ട്. ഈ ഇസ്ലാമിസ്റ്റ് റാഡിക്കൽസിന് പലപ്പോഴും അപ്പർ ഹാൻഡ് അതുകൊണ്ട് നേടും. ISIS അടക്കമുള്ള ഇവരുടെ പഴയ ഇല്ലാത്ത ഖിലാഫത്ത് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയെടുക്കുന്ന എക്സ്ട്രീം റോഗ് എലിമെന്റ്സ് എന്നൊക്കെ പറയുന്ന എല്ലാ നാട്ടിലും ഉണ്ട്, പാകിസ്ഥാനിൽ അത് കൂടുതലുണ്ട്. അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടാത്തൊരു രീതിയിലും കൂടെ വേണം ആക്രമണം ഉണ്ടാകാൻ. കാര്യം അവർ വാർമോങ്കേഴ്സ് ആണ്. അവർക്ക് യുദ്ധമാണ് വേണ്ടത്. അവർ യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ അഭിരമിക്കുന്നവരാണ്. ഇന്ത്യയോട് ഒരു ഫുൾ ഫ്ലെജ്ഡ് വാർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് എലിമെന്റ്സ് പാകിസ്ഥാനിൽ തന്നെയുണ്ട്. അപ്പോൾ പാകിസ്ഥാന് തിരിച്ചടി തീർച്ചയായും കൊടുക്കണം. തീവ്രവാദികൾ തിരിച്ചടി കൊടുക്കണം. ഒരു കാര്യം കൂടി അപർനാഥ്ജി ശ്രദ്ധിച്ചു കാണും. നരേന്ദ്രമോദിജിയുടെ പ്രസംഗത്തിൽ വളരെ മെഷേർഡായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പാകിസ്ഥാൻ എന്ന വാക്കുപോലും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ലോകത്തിന്റെ ഏതറ്റത്ത് പോയും ഈ തീവ്രവാദികൾക്ക് തിരിച്ചടി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വളരെ മെഷേർഡായി, പല ആൾക്കാരും അതിലെ ന്യൂആൻസ് മിസ് ചെയ്തു. പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുമെന്നല്ല പറഞ്ഞത്, അതിശക്തമായി ഏത് രാജ്യത്തെയും. കാര്യം മോദിജി ആ ഒരു ലെവൽ ഓഫ് ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാൻ ഉണ്ട്. ഇന്ത്യക്ക് നേരത്തെ വിൻസെന്റ് സാർ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് പോലും അനുകൂലമായി നിൽക്കുകയാണ്. മോദിജിക്ക് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അടക്കം ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തിരിച്ചടി 2 ആഴ്ചക്കുള്ളിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു മിലിറ്ററി മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എന്തായിരിക്കും എന്നറിയില്ല. ഒരു എലമെന്റ് ഓഫ് സർപ്രൈസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം നരേന്ദ്രമോദി അടക്കം ഏത് ദിവസങ്ങളിലെന്നുള്ള തീർച്ചയായിട്ടും രാഹുൽ, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ നിർമ്മൽ എബ്രഹാം നമുക്കൊപ്പം ചേരും. നിർമ്മൽ